അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും വികസനം പറയുകയും മതനിരപേക്ഷത പറയുകയും ക്ഷേമ നടപടികളിലൂടെ ജനങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മതവിഭാഗങ്ങളുടെ പ്രത്യേകമായൊരു പ്രീണനം എന്ന് പറയുന്നത് LDFന്റെ നയമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോട് ഒരു തരത്തിലുള്ള വിവേചനം ഉണ്ടാവില്ല. ഒരു മതവിഭാഗക്കാരോടോ ഒരു സമുദായ വിഭാഗക്കാരോടോ വിവേചനം ഉണ്ടാവില്ല. 9.5 കൊല്ലക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട സവിശേഷതകൾ: ഒന്ന്, അർഹമായ എല്ലാവരെയും കേൾക്കുക, ഒന്നാമത്തെ കാര്യം. 2, പരമാവധി നീതി നടപ്പാക്കുക. അതുകൊണ്ട് ആരെങ്കിലും സ്വീകാര്യമല്ലാത്ത പ്രസ്താവനകൾ പറഞ്ഞാൽ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു പോവുക. 2, വർഗീയമായ പറഞ്ഞ ആരെങ്കിലും ഒരു പ്രസ്താവന നടത്തിയ ഉടനെ പ്രതികരിക്കാനുള്ള മുഴുവൻ ബാധ്യത CPM-നില്ല. മനസ്സിലാക്കണം. 9.5 കൊല്ലം. ഞാൻ പറയട്ടെ സാർ, റാഷിദ് ആവേശം കൂടുന്നുണ്ടാ. മുസ്ലിം ലീഗ് വോട്ട് ചെയ്താൽ സ്വർഗരാജ്യത്തിടം ഇല്ല, ദൈവം കണക്ക് ചോദിക്കും തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രചരിപ്പിച്ചു. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇഹലോകത്തും പരലോകത്തും ഗുണമുള്ള സ്ഥാനാർത്ഥിയാണ് LDFന്റെ സ്ഥാനാർത്ഥി, നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് KT ജലീൽ പ്രസംഗിച്ചിട്ടില്ലേ? CPM തള്ളി പറഞ്ഞോ? പിന്നെ നാണക്കെടുത്തി. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കേൾക്കൂ. കുന്തിരിക്കാൻ കരുതിക്കൂ. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം കേട്ടോ. അവലും മലരും കരുതിക്കൂ. ഒരു കുട്ടിയെ തോളത്തിരുത്തി സെലക്ടീവ് ആകാതെ നമുക്ക് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ പറ്റണോ? ഞാൻ അങ്ങ് പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ അത് തന്നെ പറയാം, അതിനെക്കുറിച്ച് പറയാം. അങ്ങ് പറഞ്ഞു ഞാൻ പറയാം. ആലപ്പുഴയിൽ നമ്മൾ കേട്ട മുദ്രാവാക്യം കുന്തിരിക്കാൻ കരുതിക്കൂ, അവലും മലരും കരുതിക്കൂ, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട്. ആരാണ് കാലന്മാർ? ആരാണ് പേടിക്കേണ്ടത്? ഇത് പറഞ്ഞ വിഭാഗത്തെ പിണറായി വിജയന്റെ പോലീസ് എടുത്ത് ജയിലിലടച്ചപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് സംഘി വിജയനാണ്. ഞങ്ങളുടെ മതനിരപേക്ഷ നിലപാട് എന്താണെന്നറിയാവോ? കോൺഗ്രസുകാർ ഇന്ത്യ ഭരിച്ചാലും BJP ഭരിക്കരുത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. കോൺഗ്രസുകാർ ഇന്ത്യ ഭരിച്ചാലും ആന്റണി മന്ത്രിയായാലും BJP ഇന്ത്യ ഭരിക്കരുത്, ഞങ്ങളുടെ നിലപാട്. ബാബർ മസ്ജിദ് പൊളിക്കാൻ അനുവദിക്കരുത്, ഞങ്ങളുടെ നിലപാട്. ഇന്ത്യയിൽ BJP ശക്തിപ്പെടരുത്, RS ശക്തിപ്പെടരുത്, ഞങ്ങളുടെ നിലപാട്. RSSുമായി കൂട്ടുകെട്ടില്ല, ഞങ്ങളുടെ നിലപാട്. മുസ്ലിം ലീഗുമായി ഇടതുപക്ഷം കൂട്ടുകൂടിയാൽ ശക്തിപ്പെടുന്നത് മറ്റൊരു വർഗീയതയാണ് എന്നതുകൊണ്ട് ഒരു വർഗീയതയുമായി കൂട്ടില്ല, തെരഞ്ഞെടുപ്പ് സഖ്യമില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഈ ഒരു സമീപകാലത്തെ ചരിത്രം പോലും നമ്മൾ മറന്നു പോകുന്നു. ശ്രീ അനിൽകുമാർ, മുസ്ലിം ലീഗിനോട് പ്രണയാർദ്രമായ തരത്തിലുള്ള ഭാഷയിലൂടെയും ശരീരഭാഷയിലൂടെയും പ്രതികരണങ്ങളുടെ എത്ര CPM നേതാക്കൾ പ്രതികരിച്ചു പോയി. സമുദായ പാർട്ടിയാണ് മുസ്ലിം ലീഗ്, അതിനെ ഒരു വർഗീയ മാനത്തോടു കൂടി കാണാൻ കഴിയില്ല എന്ന് പ്രതികരിച്ച CPM-ന്റെ എത്ര ഉന്നതരായ നേതാക്കൾ ഈ സമീപകാലങ്ങളിലുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ മറന്നു പോകുന്നത് ശ്രീ അനിൽകുമാർ? എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അവരെ ഏറ്റവും നല്ല നിലയ്ക്കുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടില്ല. എന്നാൽ മുസ്ലിം ലീഗ് കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായ ചില നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയ നിലപാടല്ല, മുന്നണിയല്ല. എന്താ ഒരു നിലപാട്? ജനകീയ ആസൂത്രണത്തോട് മുസ്ലിം ലീഗ് സഹകരിച്ചു. ഞങ്ങൾ എന്ത് വേണം? അത് നല്ലതാണെന്ന് പറഞ്ഞു. സാക്ഷരതാ പ്രസ്ഥാനത്തോട് മുസ്ലിം ലീഗ് അന്ന് സഹകരിച്ചു, അത് നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ ചെയ്ത തെറ്റാണോ? ഒരു തെറ്റുമില്ല, ഫുൾ ശരി. സർവകലാശാലകളുടെ കാര്യത്തിൽ കേരള സർക്കാർ ഉണ്ടാക്കിയ നിയമത്തിൽ ഒപ്പിടില്ല, ആ നിയമത്തിൽ ഒപ്പിടരുത് എന്ന് ഗവർണറോട് VD സതീശൻ പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞത്? അല്ല, ഗവർണർ ഒപ്പിടണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. നിലപാടുകൾ ലീഗ് സ്വീകരിച്ചപ്പോൾ അത് നല്ലതാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ മനസ്സുണ്ടായിരുന്നില്ല. അന്ന് ലീഗ് സർക്കാർ എടുക്കുന്ന പല നിലപാടുകളെയും സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ ലീഗ് നമുക്ക് ആഹാ, ഇപ്പോഴേതായാലും ലീഗ് നമുക്ക് ഓഹോ. ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യോജിപ്പില്ലാത്തതിനെ ഞങ്ങൾ യോജിക്കില്ല എന്ന് പറഞ്ഞു. ഇതുവരെ ഈ ഒരു സമയം വരെ ഞാൻ ആരിൽ നിന്നും കേട്ടില്ല. താങ്കൾ ഇവിടെ പറയുകയാണെങ്കിൽ എനിക്ക് അതിനകത്തൊരു ക്ലാരിറ്റി വരും. ഈ നായാടി മുതൽ നസ്രാണി വരെ മതി, അതിൽ മുസ്ലിം വേണ്ട എന്ന വെള്ളാപ്പള്ളി നടേശൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്താവനയിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? എണീറ്റ് വരണ്ടേയിരുന്നു. മലപ്പുറത്ത് 9,60,60,000 വോട്ട് ഞങ്ങൾക്ക് കിട്ടി. അതിനർത്ഥം എന്താണ്? മതന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിൽ വോട്ട് കിട്ടുന്ന ജില്ല മലപ്പുറമാണ്. കണ്ണൂരിനേക്കാൾ അല്ലെങ്കിൽ കൊല്ലത്തേക്കാൾ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടുന്ന ജില്ല ഏതാണ്? CPM-ന്റെ നിലപാട് തന്നെ കൃത്യമായിട്ട് പറയുന്നു. നമ്മുടെ രാജ്യത്ത് ആസുരമായ വർഗീയ കടന്നാക്രമണം നടക്കുകയാണ്, അതിന്റെ ഭാഗമായ സംഘർഷങ്ങൾ നടക്കുകയാണ്, ആളുകൾ കൊല്ലപ്പെടുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അത്തരമൊരു സംഭവങ്ങളും ഉണ്ടാകാതിരിക്കത്തക്ക വിധം എല്ലാ വർഗീയതയിൽ നിന്നും എല്ലാവരും പിൻവാങ്ങണം. വെള്ളാപ്പള്ളി ശരിയായില്ല എന്ന് സ്ട്രൈറ്റ് ആയി പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അതൊരു ദൗർബല്യമല്ലേ?
ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് വ്യക്തമായില്ലേ, അവനത് പറയില്ല. ഈ ചർച്ചയിൽ പോലും നേരിട്ടൊരു ഉത്തരം കിട്ടുന്നില്ല. ഇത് സ്പെസിഫിക് ആയി പറയാൻ പറ്റാത്തൊരു ദൗർബല്യം എന്തുകൊണ്ടാണ് CPM ഉണ്ടാകുന്നത്? അതിന് KM ഷാജിയുടെ പേരോ ലീഗിലെ മറ്റ് സാമുദായിക തീവ്ര നിലപാടുകാരുടെ പേരോ പറഞ്ഞതുകൊണ്ട് ബദലാകുമോ ഭാസ്കർ? റാഷിദെ, എനിക്കൊരു സൂഫി കഥയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂട് പറവച്ച. മുല്ല നസ്രുദ്ദീൻ ഒരു ദിവസം രാത്രി പുറത്തിരുന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നു, എന്തോ തിരയുകയായിരുന്നു. സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും സുഹൃത്തും അയൽവാസിയുമായിട്ടുള്ള ആൾ വന്നിട്ട് ചോദിക്കുന്നു, മുല്ല, എന്താണ് നിങ്ങൾ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നത്? എന്റെ താക്കോല് കളഞ്ഞുപോയി. ആ താക്കോലാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണ് മുല്ല താക്കോല് കളഞ്ഞുപോയതെന്ന് ചോദിച്ചപ്പോൾ എന്റെ മുറിയിലാണ് ആ താക്കോല് കളഞ്ഞുപോയത്. നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ തപ്പുന്നു എന്ന് മുല്ലയോട് ചോദിച്ചപ്പോൾ മുല്ല പറഞ്ഞ മറുപടി, ഇവിടെ വെളിച്ചമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തപ്പുന്നത്. മുതലെടുക്കണേ സജി. ഇപ്പോ വർത്തമാനകാല CPM-ഉം വർത്തമാനകാല ഇടതുപക്ഷവും അതിന്റെ ജീർണതയുടെ ഏറ്റവും ആത്യന്തികമായ ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നായാടി മുതൽ നസ്രാണി വരെ എന്ന പ്രയോഗത്തിലൂടെ ഈ പ്രയോഗം നടത്തുന്നത്. ഇതൊരു സോഷ്യൽ, ഇപ്പൊ നായന്മാരും ഈഴവരും ഒരുമിക്കുക എന്ന് പറയുന്നത് ശ്ലാഘനീയമായ കാര്യമാണ്. അതിനെ ഒരു തരത്തിലും അങ്ങനെ ദുരന്തമായി കാണേണ്ടതില്ല. പക്ഷേ അതൊരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യം, രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പൊ പറയുന്നത്. ഒരു പ്രത്യേക ടൈപ്പാണ്. ഇത് മുസ്ലിം ഭീതിയുടെ മതരാഷ്ട്രത്തെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി വളരെ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി കാലങ്ങളായി 100 കൊല്ലമായി സംഘപരിവാർ ചെയ്തു വരുന്നത്, ഉത്തരേന്ത്യയിലും ആകമാനം ചെയ്തു വരുന്നത്, ഇന്ന് കേരളത്തിൽ ചെയ്തു വരുന്ന അപകടകരമായ ജീർണതയിലേക്കാണ് ഇന്ന് ഇടതുപക്ഷം ചെന്നെത്തിയിരിക്കുന്നത്. അവന് ബുദ്ധി വെച്ച് അദ്ദേഹം പറയുന്നത് ഈ RSS പറയുന്ന അല്ലെങ്കിൽ സംഘപരിവാർ പറയുന്ന രാഷ്ട്രീയം വെച്ചുകൊണ്ട് മുസ്ലിം ഭീതി സൃഷ്ടിക്കലാണ് വരുന്നത്. അതിനെ ചെറുത്തു നിൽക്കേണ്ട ഉത്തരവാദിത്വം ഒരുപക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പിൽ താൽക്കാലിക ലാഭം അത് ഇടതുപക്ഷത്തിനുണ്ടാകും. പക്ഷെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലോ അതിന്റെ ലാഭം കൊയ്യാൻ പോകുന്നത് RSS ആണ്, അല്ലെങ്കിൽ BJP ആണ്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അതുകൊണ്ടാണ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ചിലർക്ക് ഇപ്പൊ സജി ചെറിയാനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യനായിട്ടാണ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് എന്താണ്? സോഷ്യൽ എഞ്ചിനീയറിംഗ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ പോകുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് അദ്ദേഹം പുറത്ത് പറഞ്ഞുപോയി എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തെ അതാണ് ഇതിന്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ആ വൈരുദ്ധ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ. ഇടതുപക്ഷം മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിലാണ്, കേരളത്തിന്റെ കാവലാളാണ് എന്ന് മനോരമയുടെ ആങ്കർ പറഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കാവലാളായി നിന്ന് ഒരു കാലത്തും മനോരമ ഉൾപ്പെടെ ഇവിടുത്തെ മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ ഞങ്ങളെ പിന്തുണച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വർഗീയവാദികളായ മുസ്ലിം ലീഗിന് ഒരു മതേതര സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളത് തുറന്നു പറയും. അടികളാണത്. സർക്കാരിന്റെ ചില ഭരണപരമായ നിലപാടുകളെ മുസ്ലിം ലീഗ് പിന്തുണച്ചപ്പോൾ വർഗീയവാദികളൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പോ വർഗീയവാദികളാണ്. ഇപ്പൊ വർഗീയവാദികളാണോ? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണേ? നിങ്ങൾ ഗവർണർ സർവകലാശാല നിയമത്തിൽ ഒപ്പിടാൻ പാടില്ല എന്ന് സതീശൻ പറഞ്ഞതിനെതിരെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ, സതീശനേക്കാൾ അക്കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിയാണ് ശരിയായ നിലപാട് സ്വീകരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞാൽ, അത് മുസ്ലിം ലീഗിനുള്ള സർട്ടിഫിക്കറ്റ് അല്ല, കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമുള്ളതാണ്. ഇപ്പൊ എന്താ ഉണ്ടായത്? തെരഞ്ഞെടുപ്പിൽ പറയട്ടെ, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്ലാരിറ്റി ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ദയവായി കേൾക്കൂ സാർ. മലപ്പുറത്ത് ഞങ്ങൾ വോട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ, ഞങ്ങൾ വോട്ട് ചെയ്ത മതനിരപേക്ഷവാദികൾ മുസ്ലിം ലീഗാണോ? അവർ മുസ്ലിം ലീഗിനെ എതിർത്തിട്ടാണ് അവിടെ ജീവിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ ശക്തിയെ എതിർത്തിട്ട് തന്നെയാണ് മലപ്പുറത്ത് 9 ലക്ഷം ആളുകൾ ഇടതുപക്ഷ മുന്നണിക്കൊപ്പം നിൽക്കുന്നത്. ഈ ലീഗിന്റെ വർഗീയക്കളി നിലമ്പൂർ കണ്ടവനാണ് അനിൽകുമാർ. ലീഗിൽ വോട്ട് ചെയ്ത എല്ലാ മനുഷ്യരും ജനങ്ങളും വർഗീയവാദികളാണ്. ഞങ്ങള് KM ഷാജിയെ വർഗീയവാദി എന്ന് വിളിക്കും. KM ഷാജിയുടെ പ്രചരണത്തിൽ കുടുങ്ങുന്നവരെ വർഗീയവാദി എന്ന് വിളിക്കത്തില്ല. പിണറായി വിജയൻ മുസ്ലിമിനെതിരായിട്ട് SIR നടപ്പാക്കുന്നുവെന്ന് പ്രചരിപ്പിക്കുന്നവരെ വർഗീയവാദി എന്ന് വിളിക്കും. ഈ നാക്ക് കയ്യിലില്ലായിരുന്നു